ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ദേവാൻ ഭാവയത അനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. ദേവാൻ ഭാവയത അനേന, അനേന ദേവാൻ ഭാവയത. ഈ യജ്ഞം കൊണ്ട്, അല്ലെങ്കിൽ അനേന ഇതിനാൽ, ഇതുകൊണ്ട്, ഈ യജ്ഞം കൊണ്ട് ദേവാൻ ഭാവയത, ദേവന്മാരെ പ്രസാദിപ്പിച്ചാലും പോഷിപ്പിച്ചാലും, തേ ദേവാഹ ഭാവയന്തു വഹ, ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും അല്ലെങ്കിൽ സന്തോഷിപ്പിക്കും. പരസ്പരം ഭാവയന്തഃ, ഇങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായിട്ട് ശ്രേയഃ പരം, പരമമായ ശ്രേയസ്സിനെ അവാപ്സ്യത, നിങ്ങൾ പ്രാപിക്കും. ഏതേത് ദേവതകളെയാണ് നമ്മൾ ഈ യജ്ഞം കൊണ്ട് യജിക്കുന്നത്, ആ ദേവന്മാർ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം ദേവതകളെ പ്രസാദിപ്പിക്കുകയും ആ ദേവതകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ആ പരസ്പരം ഉള്ള ഒരു സന്തോഷിപ്പിക്കൽ, അത് നിങ്ങൾക്ക് പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുവാൻ കാരണമാകും. എപ്പോഴും യജ്ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് പല ആളുകളാൽ ഒന്നു ചേർന്ന് ഒരു കർമ്മത്തിലേക്ക് മുതൽക്കൂട്ടാവുന്ന ജോലികളാണ്. ഇപ്രകാരം എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ആ യജ്ഞത്തിന് പൂർത്തി വരുത്തുമ്പോൾ ഏത് ദേവതയെയാണോ ആ യജ്ഞം കൊണ്ട് ഉപാസിക്കപ്പെടുന്നത്, ആ ദേവത പ്രസാദിച്ച് അതിനുവേണ്ടി കർമ്മദാനം ചെയ്ത എല്ലാവരെയും ആ ദേവത അനുഗ്രഹിക്കുന്നു. ഏതേത് ആളുകളാണോ ഈ യജ്ഞത്തിന് വേണ്ടി പരിശ്രമിച്ചത്, അത് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ധനം കൊണ്ടോ ഒക്കെ ആവാം. ഇങ്ങനെ ആ ദേവതയുടെ പ്രസാദത്തിനായിക്കൊണ്ട് തങ്ങളാൽ ആവുന്ന എല്ലാ കർമ്മങ്ങളും സമർപ്പിക്കുമ്പോൾ ആ ദേവത സംപ്രീതനായി അല്ലെങ്കിൽ സംപ്രീതയായി ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളെയൊക്കെ അനുഗ്രഹിക്കുന്നു. ഇപ്രകാരം പരസ്പരമുള്ള ആ ഒരു സന്തോഷിപ്പിക്കൽ, പ്രസാദിപ്പിക്കൽ, അത് നിങ്ങളെ പരമമായ ശ്രേയസ്സിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതാകും. അതായത് ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കുമ്പോൾ ആ ദേവന്മാർ നിങ്ങളെയും അനുഗ്രഹിക്കും. ഇങ്ങനെ പരസ്പരം ഉള്ള പോഷിപ്പിക്കൽ കൊണ്ട് നിങ്ങൾ എല്ലാവരും പരസ്പരമായ അല്ലെങ്കിൽ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. നമുക്കറിയാം, സനാതനധർമ്മത്തിൽ 33 കോടി ദേവതകളെ ഉപാസിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. ഈ ദേവതകൾ എല്ലാം തന്നെ പരമാത്മ ചൈതന്യത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളാണ് എന്ന് മാത്രമേ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ. വാസ്തവത്തിൽ ഈ മൂർത്തികൾ തമ്മിൽ ഒന്നും യാതൊരു ഭേദവുമില്ല. ചിലപ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് നാരായണ എന്നൊക്കെ അറിയാതെ വിളിച്ചു പോകും. അപ്പോൾ ഓർക്കും, അയ്യോ ഞാൻ ശിവനല്ലല്ലോ നാരായണനാണോ വിളിച്ചത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും.
ശിവനായാലും നാരായണനായാലും ബ്രഹ്മാവായാലും ഒക്കെ രജസ്തമ സത്വ ഗുണങ്ങളുടെ ഭേദങ്ങൾ അനുസരിച്ച് എടുത്തിരിക്കുന്ന മൂർത്തി രൂപങ്ങളാണ് എന്ന് മാത്രമേ തിരിച്ചറിയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഈ മൂന്നും ഒന്നായിരിക്കുന്ന അദ്വൈത സത്വത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങൾ മാത്രമാണ്. ദക്ഷയാഗത്തിൽ ഇപ്രകാരം ശിവദ്വേഷിയായ ദക്ഷനെ, അജമുഖനായി ഭവിച്ച ദക്ഷനെ നാരായണൻ ഉപദേശിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, ഞാനാണ് ശിവൻ എന്ന് തിരിച്ചറിയാതെ ദക്ഷൻ ശിവദ്വേഷിയായി തീർന്നത് എന്നെ ദ്വേഷിക്കുന്നതിന് തുല്യമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മൂർത്തി ഭേദങ്ങളും നമ്മളെ എത്തിക്കുന്നത് ഒരേ ഒരു ബ്രഹ്മത്തിലേക്കാണ്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛന്തി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നൊരു ചൊല്ലുണ്ട്. ആകാശാത് പതിതം തോയം, ആകാശത്തിൽ നിന്ന് മഴയിലൂടെ വരുന്ന ഈ ജലം, യഥാ ഗച്ഛന്തി സാഗരം, എപ്രകാരമാണോ പല അരുവികളായും പുഴകളായും ഒക്കെ സമുദ്രത്തിലേക്ക് എത്തിച്ചേർന്നത്, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി, ഏതേത് ദേവതകളെ നമസ്കരിച്ചാലും അത് കേശവനിലേക്ക് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ വിഷ്ണുവിലേക്ക് അല്ലെങ്കിൽ ആ പരമാത്മ തത്വത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൂർത്തിഭേദങ്ങൾ സങ്കല്പ മാത്ര ജനിതങ്ങളാണ്. ഓരോരോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് ഓരോരോ രൂപങ്ങൾ കൈക്കൊള്ളുന്ന ആ പരമാത്മ തത്വം ഒന്നു തന്നെ എന്ന് ജ്ഞാനികളായവർ തിരിച്ചറിയുന്നു. ആ ജ്ഞാനാവസ്ഥയിലേക്ക് ഉയരുവാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും വേദാന്തത്തിൻ്റെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്, ആചരിക്കേണ്ടത്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയഃ പരമവാപ്സ്യത. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വഹ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈഃ ദത്താൻ അപ്രദായ ഏഭ്യഃ യഹ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ. യജ്ഞഭാവിതാഃ, ആ യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ടവരായ ദേവാഹ ദേവന്മാർ, ഇഷ്ടാൻ ഭോഗാൻ വഹ ദാസ്യന്തേ, ഇഷ്ടപ്പെട്ട ഭോജ്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് വഹ നിങ്ങൾക്ക് ദാസ്യന്തേ നൽകും ആ ദേവത. ഏതേത് ദേവതയാണോ നിങ്ങൾ യജിച്ചത് ആ ദേവത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭോഗങ്ങളെ നൽകി അനുഗ്രഹിക്കും. എന്നാലോ തൈഹി ദത്താൻ, അവരാൽ നൽകപ്പെട്ട ആ ഭോഗങ്ങൾ എടുത്തിട്ട് അപ്രദായ ഏഭ്യഃ, ഇവർക്ക് ഈ ദേവതകൾക്ക് തിരിച്ചൊന്നും കൊടുക്കാതെ യഹ ഭുങ്ക്തേ, ആരാണോ ഭുജിക്കുന്നത്, സ്തേന ഏവ സഹ, സഹ അയാൾ സ്തേന ഏവ, അയാൾ കള്ളൻ തന്നെയാവുന്നു. അപ്പോൾ ഈ യജ്ഞഭാവനയോടുകൂടി നമ്മൾ ഏതേത് ദേവതകളെ ഭജിക്കുന്നുവോ ആ ദേവതകൾ പ്രസാദിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭോജ്യവസ്തുക്കളെ ഒക്കെ അവർ നൽകും. എന്നാൽ ഈ കിട്ടിയ ഭോഗവസ്തുക്കളാവട്ടെ അതിൻ്റെ ഒരു പങ്ക് തിരികെ ആ ദേവതയ്ക്ക് നൽകാതെ സ്വയം മുഴുവനായിട്ട് ഭുജിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് സ്തേന, കള്ളൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ ദേവതകളെ ഉപാസിക്കുന്നത് ഓരോരോ
കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പലപ്പോഴും. അല്ലാതെ എനിക്ക് ആത്യന്തികമായ ഭക്തി ഉണ്ടാകണം എന്നോ മോക്ഷമാർഗം തെളിയിച്ചു തരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ ഭൗതികതയിലോട് യാതൊരു താല്പര്യവും ഇല്ലാതാക്കി തരണേ, പരമപദം പ്രാപിക്കാൻ കഴിയണേ എന്നൊന്നും ഒരാളും പ്രാർത്ഥിക്കാറില്ല. എല്ലാവർക്കും വേണ്ടത് ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയുള്ള സുഖസമ്പൽ സമൃദ്ധിയോട് കൂടിയുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ നമ്മൾ ഏതേത് ദേവതയെ ഭജിച്ചാലും അതെല്ലാം സകാമങ്ങളാണ്, ആഗ്രഹങ്ങളോട് കൂടിയതാണ്. ഇങ്ങനെ ഈ ആഗ്രഹങ്ങളോട് കൂടിയ ആളുകൾ കാര്യസാധ്യത്തിനായിട്ട് ഓരോരോ ദേവതകളെ ഭജിക്കുമ്പോൾ ഇവർ നൽകുന്ന ഈ നിവേദ്യങ്ങളിലും പ്രസാദങ്ങളിലുമൊക്കെ സംപ്രീതരായ അല്ലെങ്കിൽ ഈ പൂജകളിലൊക്കെ സംപ്രീതരായ ദേവത ആ യജ്ഞം സമർപ്പിക്കുന്ന ആളുകൾക്കായിട്ട് വേണ്ടത്ര അനുഗ്രഹങ്ങൾ നൽകും, വേണ്ടത്ര ഭോജ്യങ്ങളെയൊക്കെ നൽകും. ഭോജ്യങ്ങൾ എന്നാൽ ഭൗതിക വസ്തുക്കൾ. എന്നാലോ അതെല്ലാം കിട്ടിക്കഴിയുമ്പോഴാണ് ഈ യജ്ഞം ചെയ്യുന്ന ആളുടെ ഭാവമെല്ലാം മാറിയിട്ട് ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, എൻ്റെ ശ്രമഫലമാണെന്നെല്ലാം കരുതി പൂർണ്ണമായിട്ടും അതങ്ങോട്ട് സ്വയം ഭുജിക്കും അല്ലെങ്കിൽ സ്വയം അനുഭവിക്കും ആ കിട്ടിയ അനുഗ്രഹങ്ങളെയൊക്കെ അല്ലെങ്കിൽ ആ ഭൗതിക വസ്തുക്കളെയൊക്കെ. അങ്ങനെയുള്ളവരെ ഇവിടെ ഭഗവാൻ വിളിക്കുന്ന പേരാണ് സ്തേന, കള്ളൻ എന്ന്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളുടെ ശരീരത്തിന് ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് ധാരാളം ജോലികൾ ചെയ്യുന്നു, അതിൽ നിന്ന് ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. ആ കിട്ടുന്ന ധനം കൊണ്ട് നമ്മളെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. എന്നാൽ ഈ കിട്ടുന്ന ധനത്തിൽ നിന്ന് ഒരു വിഹിതം മാത്രമേ നമ്മൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവൂ എന്നുള്ള നിയമത്തെ പാലിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അത് പലർക്കും അവകാശപ്പെട്ട വിഹിതങ്ങളെ നൽകാതെ സ്വയം ഏവ ഭുജിക്കുന്നവരാണ് അധികപക്ഷവും. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ഭഗവാൻ വിളിക്കുന്നത് സ്തേന, കള്ളൻ എന്ന്. നമുക്കെന്തെല്ലാം നമ്മുടെ പരിശ്രമ ഫലമായിട്ട് ലഭിക്കുന്നുവോ ആ ലഭിക്കുന്ന ധനത്തിൻ്റെ ഒരു വിഹിതം മാത്രം നമ്മൾ ഭുജിച്ചുകൊണ്ട് ബാക്കി മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി കൊണ്ട് വിനിയോഗിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു വയ്ക്കുന്ന പാഠം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപ ഏ പചന്ത്യാത്മകാരണാത് യജ്ഞശിഷ്ട അശിനഃ സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ തു അഖം പാപാ യേ പചന്തി ആത്മകാരണാത്. യജ്ഞശിഷ്ട അശിന സന്തഃ, യജ്ഞോപവീതം അല്ലെങ്കിൽ യജ്ഞത്തിൽ നിവേദിച്ചതിന് ശേഷം കിട്ടുന്ന ആ പ്രസാദം ഭക്ഷണമായി ഉപയോഗിക്കുന്ന സന്തഃ സന്യാസികൾ മുച്യന്തേ സർവകൽപിഷൈഹി അവർ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതരാകുന്നു. എന്നാലോ വിപരീതമായിട്ട് മറ്റൊരു ഗണം കൂടിയുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത് ഭുഞ്ജതേ തേ തു അഖം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. ആരാണോ അവരവർക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് അവരെ ഭുഞ്ജതേ തേ തു അഖം പാപാഹ അവർ ഭുജിക്കുന്നത് പാപഫലം മാത്രമാണ്. എന്നുവെച്ചാൽ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ അവകാശി നമ്മൾ മാത്രം അല്ല, അതിനും നിരവധി അവകാശികളുണ്ട്. അവർക്കൊക്കെ നൽകിയതിന് ശേഷമാണ് നമ്മളും ഭുജിക്കേണ്ടത്. നമ്മൾ ഭുജിക്കണ്ട എന്നല്ല,
നമ്മൾക്ക് അത് പൂർണ്ണമായും ഭുജിക്കുവാനുള്ള അവകാശമില്ല എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ യജ്ഞഭാവനയോടുകൂടി സമർപ്പിക്കപ്പെട്ട ആ നിവേദ്യ അന്നം അത് ഭുജിക്കുന്നവർക്ക്, അങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാവാനായിട്ട് സാധിക്കും എന്നും, ആരാണോ അവരവർക്ക് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് അവർ മഹാപാപികളാകുന്നു, അല്ലെങ്കിൽ അവർ പാപത്തെ തന്നെയാണ് തിന്നുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ. എല്ലായ്പ്പോഴും യജ്ഞഭാവനയോടുകൂടി സമർപ്പിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ട് തങ്ങളാൽ സാധിക്കുന്ന കർമ്മങ്ങൾ ആ യജ്ഞത്തിൻ്റെ പൂർത്തിക്കായിട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാതെ നമ്മളെല്ലാവരും ചേർന്ന് ഈ യജ്ഞത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യുമ്പോൾ ആ നിവേദിക്കുന്ന അന്നവും എല്ലാവരും ചേർന്നാണ് ഭക്ഷിക്കുന്നത്. അങ്ങനെയുള്ള അന്നം ഭുജിക്കുന്ന സജ്ജനങ്ങൾ അവർ എല്ലാ പാപങ്ങളിൽ നിന്നും നിശേഷം മുക്തരായിത്തീരുന്നു എന്നും, ആരാണോ അവരവർക്ക് വേണ്ടി മാത്രം ഭജിക്കുന്നത് അവരെ പാപാത്മാക്കളായി ഭവിക്കുന്നു എന്നുമാണ് ഗീത പറയുന്നത്. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത് അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവഃ യജ്ഞാത് ഭവതി പർജന്യഃ യജ്ഞഃ കർമ്മസമുദ്ഭവഃ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാത് ഭവന്തി ഭൂതാനി, ഭൂതാനി ജീവജാലങ്ങൾ, അന്നാത് ഭവന്തി അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. പർജന്യാത് അന്നസംഭവ, പർജന്യാത് എന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്നാണ് അന്നം സംഭവിക്കുന്നത്, അന്നമുണ്ടാകുന്നത്. യജ്ഞാത് ഭവതി പർജന്യഃ, യജ്ഞം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലമായിട്ട് പർജന്യം അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നത്. ഇനി യജ്ഞമാണെങ്കിലോ യജ്ഞഃ കർമ്മസമുദ്ഭവ, യജ്ഞം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് കർമ്മങ്ങളിൽ നിന്നാണ്. പല പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ ഏകോപിക്കപ്പെട്ട് നിർവഹിക്കപ്പെടുമ്പോഴാണ് അത് യജ്ഞമാകുന്നത്. ഇനി ഈ കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, ബ്രഹ്മത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് വിദ്ധി അറിഞ്ഞാലും ബ്രഹ്മ അക്ഷരസമുദ്ഭവം, ബ്രഹ്മമാണെങ്കിലോ അത് അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. തസ്മാത് അതുകൊണ്ട് സർവഗതം ബ്രഹ്മ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ബ്രഹ്മം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, അത് എന്നും യജ്ഞത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്ങനെയാണ് ഭൂതങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ജീവജാലങ്ങൾ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ അന്നം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അന്നം ജലത്തിൽ നിന്ന് അല്ലെങ്കിൽ മഴയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇനി മഴ എങ്ങനെ ഉണ്ടാകുന്നു? അത് യജ്ഞം ചെയ്യുമ്പോഴാണ് മഴയുണ്ടാകുന്നത്. യജ്ഞം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യജ്ഞം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചേരുമ്പോഴാണ് യജ്ഞമാകുന്നത്. ഇനി കർമ്മം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി, അത് ബ്രഹ്മാവിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പിന്നെ ബ്രഹ്മ അക്ഷരസമുദ്ഭവം, ബ്രഹ്മമാണെങ്കിൽ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. തസ്മാത് അതുകൊണ്ട് അറിഞ്ഞാലും സർവഗതം ബ്രഹ്മ
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ബ്രഹ്മമാവട്ടെ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം, എല്ലായ്പ്പോഴും യജ്ഞത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. യജ്ഞങ്ങളാണ് ബാക്കി എല്ലാ കാര്യങ്ങളെയും പരിപോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ യജ്ഞത്തിൽ തന്നെ നിലകൊള്ളുകയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് സഗുണ അല്ലെങ്കിൽ സകല ബ്രഹ്മം ഉണ്ടാകുന്നു. ഈ സകല ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. കർമ്മത്തിൽ നിന്ന് യജ്ഞം ഉണ്ടാകുന്നു. യജ്ഞത്തിൽ നിന്ന് പർജന്യം അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്നു. മഴയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഉണ്ടാകുന്നു. ആദ്യം പറഞ്ഞ വസ്തുക്കൾ അവസാനമാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ബ്രഹ്മ അക്ഷര സമുദ്ഭവം എന്ന് പറയുന്നത് ആ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് സകല ബ്രഹ്മം അല്ലെങ്കിൽ രൂപത്തോടു കൂടിയ ബ്രഹ്മം ഉണ്ടാകുന്നു. അതിൽ നിന്ന് കർമ്മമുണ്ടാകുന്നു. കർമ്മത്തിൽ നിന്ന് യജ്ഞമുണ്ടാകുന്നു. യജ്ഞത്തിൽ നിന്ന് ജലമുണ്ടാകുന്നു. ജലത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. ജലത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു. അന്നത്തിൽ നിന്ന് ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു സൈക്ലിക്കായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണ്. ഓരോന്നും മറ്റൊന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും ഇതിൻ്റെ എല്ലാം ആധാരം എന്ന് പറയുന്നത് യജ്ഞം തന്നെ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത് ഈ യജ്ഞം എന്ന പദത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ശരീരം എടുത്തിരിക്കുന്ന എല്ലാ ജീവാത്മാക്കളും യജ്ഞത്തിനായിട്ട് പരിശ്രമിക്കുന്നവരാണെങ്കിൽ അവരെല്ലാം മോക്ഷമാർഗത്തിന് അർഹതയുള്ളവരായിത്തീരുന്നു. അല്ലാതെയുള്ളവർ അറിവിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അനന്തതയിലേക്കൊന്നും എത്തി നോക്കാൻ കഴിയാതെ ഒരു പുരുഷായുസ് വെറുതെ വ്യർത്ഥമാക്കി കളയുന്നവരായിരിക്കും. ഏത് പ്രകാരത്തിലും ഈ ജീവാത്മാവിനെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏത് പ്രകാരമായാൽ പരമപദത്തിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ ചെയ്യാമോ അതെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം എന്നാണ്. ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൽ പറയും, ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥതം അനിത്യം അബീഹധീര തൂർണം യതേത ന പതേതനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവദ സ്യാദ്. യാതൊരു ശ്രേയസിനെയും തരാത്ത ഈ വിഷയസുഖം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും സുലഭമായിരിക്കെ ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിച്ചിട്ട് അതുപയോഗിച്ചിട്ട് വിഷയങ്ങളെ ഭുജിക്കുവാൻ പോകുന്നത് കഷ്ടം തന്നെ എന്നാണ് ഭാഗവതം അവിടെ പറയുന്നത്. തന്നെയുമല്ല വളരെയേറെ പ്രത്യേകതയുള്ള ഒരു വസ്തുവാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ഇത് സുദുർലഭം, വളരെ ലഭിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് മനുഷ്യ ശരീരം. ബഹുസംഭവാന്തേ, പല ജന്മങ്ങൾക്ക് ശേഷം ലഭിച്ചതാണിത്. അർത്ഥതം, ധർമ്മം അർത്ഥം കാമം മോക്ഷമാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളെ നേടിത്തരാൻ പ്രാപ്തമായ വസ്തു ഈ മനുഷ്യ ശരീരം അല്ലാതെ മറ്റൊന്നില്ല. എന്നാലോ ഇതിനൊരു പോരായ്മയുണ്ട്, അനിത്യം. ഇതിന് നിത്യതയില്ല. കാരണം ഈ പറഞ്ഞ അന്നത്താൽ പരിപോഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാകുന്നതുകൊണ്ട് അതിന് ഒരു കാലം ഉണ്ട്, ഒരു കാലത്തിൻ്റെതായ പരിമിതിയുണ്ട്. അന്നം എങ്ങനെയാണ്? അന്നം രാവിലെ പാചകം ചെയ്യുന്ന അന്നം വൈകുന്നേരം ആകുമ്പോൾ കേടാവുന്നു. ഇങ്ങനെ രാവിലെ പാചകം ചെയ്തിട്ട് വൈകുന്നേരം കേടാകുന്ന അന്നം ഉപയോഗിച്ച് പോഷിപ്പിക്കപ്പെടുന്ന ഈ ശരീരത്തിന് എങ്ങനെയാണ് നിത്യതയെ പ്രാപിക്കാൻ സാധിക്കുക? അങ്ങനെയാണെങ്കിൽ കൂടി ഈ നിത്യത നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതാണ് എന്ന് വന്നാൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കെ തന്നെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പരമപദത്തിലേക്ക് എത്തുവാൻ ആവശ്യമായ കർമ്മങ്ങളെ നിരന്തരം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. അതിന് തൂർണം യതേത, നിരന്തരം പ്രയത്നിക്കണം. അനുമൃത്യുയാവത്, എപ്പോൾ വരെ മൃത്യു വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നില്ലയോ അപ്പോൾ വരേക്ക് നിരന്തരം പ്രയത്നിക്കണം എന്നാണ് അവിടെ ഭാഗവതം ഉപദേശിക്കുന്നത്.
അപ്രകാരമുള്ള കർമ്മങ്ങളിലേക്കാവണം നമ്മളുടെ എല്ലാം ശ്രദ്ധ തിരിയേണ്ടത്. അങ്ങനെയുള്ള യജ്ഞഭാവനയോടുകൂടിയ കർമ്മങ്ങൾക്ക് മാത്രമേ പരമപദത്തെ നേടിത്തരുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മസമുദ്ഭവ കർമ്മബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.